माधव कुंज बिहारी गोपी जन वल्लभ गिरिवरधारी गोपी जन वल्लभ गिरिवरधारी यशोदनन्दन व्रज जन रंजन यमुना तीर वनचारी यमुना तीर वनचारी जय राधा माधव कुंज बिहारी जय राधा माधव कुंज बिहारी हरे कृष्णा 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 हरे 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 राम 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 हरे 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 कृष्ण प्रभु जी दंडवत प्रणाम ഹരേ കൃഷ്ണ. എല്ലാവരെയും ഒരിക്കൽ കൂടി കാണാൻ സാധിക്കുന്നതിൽ സന്തോഷം. ഇവിടെ വരുമ്പോൾ പിന്നെ വെളുപ്പാങ്കർ എന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ. അവിടെ ആയിരിക്കുമ്പോൾ വെളുപ്പാങ്കർ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഹരേ കൃഷ്ണ. കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഹരേ കൃഷ്ണ. ഇവിടെ നമ്മൾ സൂര്യ ഉദയം എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ അല്ലേ? ഇങ്ങനെയല്ലേ? ഈ സൂര്യോദയത്തില് നമുക്ക് ആ സൂര്യദേവനെ ഭഗവാന്റെ കഥകൾ തന്നെ പറഞ്ഞ് ആ ഒരു ദിവസം തുടങ്ങുക എന്ന് പറയുന്നതും നമ്മളും ഭാഗ്യമുള്ളതാണ്, ഭഗവാനും സന്തോഷമുള്ളതാണ്, സൂര്യദേവനും സന്തോഷമുള്ളതാണ്. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞത്? സൂര്യദേവനും സന്തോഷമുള്ളതാണെന്ന് പറഞ്ഞേ. ഞായറാഴ്ച ആയതുകൊണ്ട്. ഞായറാഴ്ച ആയതുകൊണ്ട്. ഓക്കെ. പിന്നെ ശരി, ഞായറാഴ്ച ദിവസം ആയതുകൊണ്ട്. നാളെ ആണെങ്കിലോ? നാളെ സൂര്യനാരായണന് എന്തോ? സൂര്യനാരായണന് ഭഗവാൻ ശ്രീകൃഷ്ണൻ. സൂര്യനാരായണൻ. പിന്നെ അടുത്തത് സൂര്യൻ രാവിലെ ഉദിച്ചു വരുന്ന സമയത്താണ് ഇത് പറയുന്നത്. അതുകൊണ്ട് ഭഗവാന്റെ മറ്റൊരു പേരെന്താ? സാക്ഷി ഗോപാൽ അല്ലേ? ജഗത് സാക്ഷി. ഈ ജഗത്തിന്റെ സാക്ഷി. ഭഗവാൻ കഴിഞ്ഞ പിന്നെ എല്ലാത്തിനും സാക്ഷിയാവുന്ന ആരാ? ചന്ദ്രന്മാർ. സൂര്യദേവൻ. സൂര്യനെ നമ്മൾ രാത്രി കാണുന്നില്ലെങ്കിലും സൂര്യൻ പ്രകാശിച്ചു കൊണ്ടിരിക്കുകയാണ്. ശരിയല്ലേ? ആണോ അല്ലേ? അതെ. അപ്പം അപ്പോൾ ആ സൂര്യദേവനെയാണ് ആദ്യമായിട്ട് ഭഗവാൻ ഇത് ഗീത ഉപദേശിച്ചു. ഈ ശാസ്ത്രം ഉപദേശിച്ചു കൊടുത്തത് അവിടെയാണ്. നോട്ട് പോയിന്റ് പറയണ്ടേ? ശാസ്ത്രം ഉപദേശിച്ചു കൊടുത്തു ആണ് നമ്മൾ അറിയുന്നത്. അപ്പം ആ സൂര്യദേവൻ എല്ലാത്തിനും സാക്ഷിയാവുന്നു മാത്രമല്ല, ആ സൂര്യദേവനെ കൊണ്ടാണ് നമ്മൾ ഭൗതികമായി ജീവിക്കുന്നത്. ഇല്ലേ? ശരിയല്ലേ? ഇനി മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. എന്താ? ആ സൂര്യദേവന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. എന്താ? എന്തോ? ഓക്കെ. പിന്നെ നമ്മളെല്ലാം പറയത്തില്ലേ, ആദ്യത്തെ ദശയാണ്. ഇത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. സൂര്യദേവനെ രാവിലെ എഴുന്നേറ്റ് നമസ്കരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതേ സൂര്യദേവനാണ് ശ്രീമദ് ബാലസൂര്യൻ ഭാഗവത സപ്താഹം ആദ്യം ചെയ്യുന്നത്.
എവിടെയാ? എന്താ സന്ദർഭം? എന്താ സന്ദർഭം? അറിയില്ല പ്രഭു, പറയണം. ആ, പറഞ്ഞു വരുമ്പോ പറയുമ്പോ ഓ ഇത് എനിക്കറിയായിരുന്നു എന്ന് പറയും. ആദ്യത്തെ സപ്താഹം പരീക്ഷിത് മഹാരാജാവിന് തൊട്ട് മുമ്പായിട്ട് ആദ്യത്തെ സപ്താഹം ഭഗവാൻ വിവസ്വാന് ഉപദേശിച്ചു. അതെല്ലാം പറഞ്ഞു. ആ സൂര്യദേവനാണ് ആദ്യ സപ്താഹം ചെയ്യാൻ ഉപദേശിച്ചു കൊടുക്കുന്നത്. ഭഗവാൻ ഭാഗവത കഥകൾ പറയൂ, 7 ദിവസം ഒരിടത്ത് തന്നെ ഇരിക്കൂ, ഭഗവാന്റെ കഥകൾ പറയൂ. നൈമിഷാരണ്യത്തിലാണോ പ്രഭു? നൈമിഷാരണ്യം അല്ല, അതിനു മുമ്പ് നൈമിഷാരണ്യവനത്തിൽ ശുകദേവ ഗോസ്വാമി പരീക്ഷിത് മഹാരാജാവിനോട് പറഞ്ഞു കൊടുക്കുന്നു. നമ്മൾ പഠിച്ചു. സൂര്യദേവനാണ് ഭഗവാൻ ആ ഭഗവത്ഗീത ഉപദേശിച്ചു കൊടുത്തത്. അതും പറഞ്ഞു. ബ്രഹ്മദേവൻ നാരദന് ഉപദേശിച്ചു. അതെ, നമ്മൾ പറഞ്ഞു. സൂര്യദേവൻ, നമ്മൾ വെളുപ്പങ്കാലത്തിന്റെ കാര്യം പറഞ്ഞതാണ്. അപ്പോൾ സൂര്യദേവന്റെ പ്രത്യേകത പറഞ്ഞു. ഇതുവരെ പറഞ്ഞിരുന്നതല്ല, ശരിയാണ്. അതേ സൂര്യദേവനാണ്. ഗംഗാതടത്തിൽ വെച്ച് മറ്റു ഉം, ഉം, പറഞ്ഞോ? ഞാൻ പറഞ്ഞു. ഋഷികൾക്ക് പറഞ്ഞു കൊടുത്തത്. അതോ മറ്റു ഋഷീശ്വരന്മാർക്ക് പറഞ്ഞു കൊടുത്തു ഗംഗാതടത്തിൽ വെച്ച്. ആ സൂര്യദേവനാണ് ആദ്യമായിട്ട് ഗോകർണനോട് 7 ദിവസം ഭാഗവത കഥ ശ്രവിക്കാൻ പറയൂ എന്ന് പറഞ്ഞത്. ആരോട്? ആ, എല്ലാ ആചാര്യന്മാരെയും ബ്രാഹ്മണരെയും ഗുരുക്കന്മാരെയും എല്ലാം വിളിക്കുക, ഭക്തന്മാരെ വിളിക്കുക, കൂട്ടത്തിൽ നിന്റെ സഭാഗവതം കേൾക്കുക. ഈ സപ്താഹ കഥയോടുകൂടിയാണ് ശ്രീമദ് മഹാഭാഗവതം നമ്മൾ ഇന്ന് കാണുന്ന ഗ്രന്ഥം ആരംഭിക്കുന്നത്. നമ്മുടെ 12 സ്കന്ധങ്ങളായ ഭാഗവതം ആരംഭിക്കുന്നതും ഈ കഥയിലൂടെയാണ്. ഓർമ്മ വരുന്നില്ലേ? വരുന്നുണ്ടോ? ദുന്ദുകാരി. ദുന്ദുകാരിക്ക് മോക്ഷം കിട്ടുന്നത് ആ, വരുന്നില്ലേ? ഉണ്ട്. പറയുമ്പോ മനസ്സിൽ പറയും, ഇതൊക്കെ നേരത്തെ അറിയാമെന്ന് പറയും. മുളയ്ക്കകത്ത് കയറി ഇരുന്നിട്ട് മുള പൊട്ടി പൊട്ടി ആ, പോകുന്നു. അപ്പം ആദ്യത്തെ, അപ്പം നമ്മള് നിസ്സാരമല്ല എന്ന് ഞാൻ പറഞ്ഞു വന്നു, മറ്റൊന്നുമല്ല. രാവിലെ എഴുന്നേൽക്കുന്നതും സൂര്യദേവനെ പ്രാർത്ഥിക്കുന്നതും സൂര്യദേവന് തൊട്ട് മുമ്പായിട്ട് ആത്മീയമായി നമ്മൾ ഭഗവത് കഥകൾ കേൾക്കുകയും ചെയ്യുകയും ഭക്തിയുത സേവനം ചെയ്യുകയും ചെയ്യുന്നത് സൂര്യദേവന് പോലും ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അഥവാ ആർക്കെങ്കിലും ആദിത്യദേശയാണ്, ദോഷമാണ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ഇതിലൂടെ അങ്ങ് പോകും എന്നർത്ഥം. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? മനസ്സിലാവുന്നു പ്രഭു. അദ്ദേഹത്തിന്റെ പേരൊന്നുകൂടി പറയൂ പ്രഭു. എന്തോ? അദ്ദേഹത്തിന്റെ പേരൊന്നുകൂടി പറയൂ. ദുന്ദുകാരി, സൂര്യദേവന് ഗോകർണൻ. ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. ഗോകർണൻ, അതായത് ദുന്ദുകാരിയും ഗോകർണനും സഹോദരങ്ങളായിരുന്നു. ദുന്ദുകാരിയുടെ ചുരുക്കം പറയാണ്, ദുന്ദുകാരിയുടെ ആത്മാവിന് പ്രേതാത്മാവിന് ദുരാത്മാവിന്, ചുരുക്കി പറഞ്ഞാൽ ദുന്ദുകാരിക്ക് ദുരാത്മാവാണ്. ദുരാത്മാവിന് മോക്ഷം കിട്ടാൻ ഗോകർണൻ സൂര്യദേവനോട് അതിൻ്റെ ഒരു പരിഹാരം കണ്ടു തരണമെന്ന് പറയുകയും സൂര്യദേവൻ ഭാഗവതം കേൾക്കാൻ പോകും. ഭാഗവത മഹാത്മ്യത്തിലല്ലേ പ്രഭു അത്? അതാണ് ഞാൻ പറഞ്ഞത്. ഭാഗവതം, നമ്മുടെ പ്രത്യക്ഷ ഭാഗവതം ആദ്യം തുടങ്ങുന്നത് തന്നെ പരീക്ഷിത് മഹാരാജാവിന്റെ കഥയോടെയല്ല, ഈ കഥയോടെയാണ്. പരീക്ഷിത് മഹാരാജാവ് ഭാഗവതത്തിന്റെ അകത്താണ് വരുന്ന കഥ. ഇത് ഭാഗവതത്തിന് പുറത്ത് ആമുഖമായിട്ടാണ് വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ നമുക്കുണ്ടാകുന്ന കാലപ്പിഴകൾ പോലും ഈ രാവിലെ എഴുന്നേറ്റുള്ള ഭാഗവത ശ്രവണം മൂലം പോകും എന്നർത്ഥം. അത്രയും മനസ്സിലായിട്ടുണ്ടല്ലോ? ഹരേ കൃഷ്ണ. ഇതിനെയാണ് ഭഗവത് തത്വ വിജ്ഞാനം എന്ന് പറയുന്നത്. ഭഗവത് തത്വവിജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊരു ആത്മാവാണ്, ആത്യന്തികമായി ഞാൻ ഭഗവാന്റെ സേവകനാണ്. ആ ഭക്തിയുത സേവനത്തിലൂടെ മാത്രമേ
എൻ്റെ ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും മാറുകയുള്ളൂ, പ്രയാസങ്ങൾ മാറുകയുള്ളൂ. ഇതിനെയാണ് ഭഗവത് തത്വവിജ്ഞാനം എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അങ്ങനെ വരുമ്പം പ്രഥമസ്കന്ധം 2-ാമത്തെ അധ്യായം 20-ാമത്തെ ശ്ലോകം ഒന്ന് എടുത്താട്ടെ. ഞാൻ കഴിഞ്ഞ ആഴ്ച എന്താ സംസാരിച്ചുകൊണ്ടിരുന്നൊന്നും ചോദിച്ചില്ല. എന്തായിരുന്നു? ഉം? എന്തായിരുന്നു എടുക്കുന്നത്? ഓർമ്മയുണ്ടോ? ഇല്ല, ഓർമ്മയില്ല. ആണോ? കൃഷ്ണ പ്രഭുജി, ആ, പറഞ്ഞോ. ബ്രാഹ്മണരും ശൂദ്രരെ കുറിച്ചൊക്കെയായിരുന്നു ആ, പ്രഭുജി പറഞ്ഞത്. ബ്രാഹ്മണരും ശൂദ്രരെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ട സംസ്കാരം എന്ന് പറയുന്നത് ബ്രാഹ്മണിക്കൽ കൾച്ചർ ആയിരിക്കണം. കറക്റ്റ് അല്ലേ? ബ്രാഹ്മണിക് കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി നല്ലോണം വൃത്തിയും എടുപ്പും ഒക്കെ ആയിട്ട് ഇത്രയൊക്കെയുള്ള കാര്യങ്ങൾ. ഭഗവാനെ ഒരാൾ വിളിക്കുമ്പോൾ അതെല്ലാം വൃത്തിയും കാര്യങ്ങളെല്ലാം അതിൻ്റെ കൂടെ വന്നോളും. അപ്പം അതും വരുന്നത് എങ്ങനെ? തത്വവിജ്ഞാനം, ജ്ഞാനം വിജ്ഞാനമായി മാറ്റുമ്പോഴാണ്. ഭഗവത്ഗീത അങ്ങനെ ഒരു ശ്ലോകം, അധ്യായം തന്നെ ഉണ്ട്. എന്താ അധ്യായത്തിന്റെ പേര്? ജ്ഞാനവിജ്ഞാന യോഗം. ജ്ഞാന വിജ്ഞാന യോഗം. എത്രാമത്തെ അധ്യായം? എത്ര? 7ആണെന്ന് തോന്നുന്നു പ്രഭു. ഏഴാണോ? ഉറപ്പാണോ? 7ആണ്. ഏ? 7. ഉറപ്പാണോ? 7. 7. ഓക്കെ. എങ്ങനെ തുടങ്ങുന്ന ശ്ലോകം? ശ്ലോകം എങ്ങനെ തുടങ്ങുന്നു? 2 ശ്ലോകം എടുത്തു നോക്കാൻ പറഞ്ഞു. ശ്രീ ഭഗവാൻ ഉവാച ആ, മയ്യാസക്ത മനാ പ്രാർത്ഥ യോഗ യുഞ്ജന്മദാശ്രയ അസംശയം സമഗ്രം മാം യഥാ ജ്ഞാസ്യസി തച്ഛൃണു. ശൃണു. ആ, വിവർത്തനം. 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 ഹേ കുന്തിപുത്ര, എന്നെ കുറിച്ചുള്ള പൂർണ്ണബോധത്തോടെ എന്നിൽ ആസക്തമായ മനസ്സോടുകൂടി യോഗം പരിശീലിക്കുന്നത് കൊണ്ട് സംശയങ്ങൾ നീക്കി എന്നെ പൂർണ്ണമായി അറിയാൻ കഴിയുന്നത് എങ്ങനെയെന്ന് പറയാം, കേൾക്കൂ. അപ്പൊ ആദ്യം എന്താ വേണ്ടത്? മൈ ആസക്ത മനാപാർത്ഥ. മൈ ആസക്തം, എന്നിൽ ആസക്തി ഉണ്ടായിരിക്കണം, ആസക്തിയുള്ളവനായിരിക്കണം. മൈ ആസക്തി, എന്നിൽ ആസക്തി ഉണ്ടാകണം. കാമാസക്തി നമ്മൾ പറയാറുണ്ട്. കാമാസക്തി, അതേ ശ്രദ്ധ. എങ്ങനെയാണോ നമ്മൾ കാമാസക്തി നമുക്ക് മനസ്സിൽ നിന്നുണ്ടാകുന്നത്, ഭഗവാനിൽ നമുക്കുണ്ടാകണം. അപ്പം ആ ആസക്തിയെ നമ്മൾ ഉണ്ടാകുന്ന ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങൾക്കുപരിയായിട്ടുള്ള ആഗ്രഹം, അതിനെയാണ് അത്യാഗ്രഹം, അതിയാഗ്രഹം അല്ലെങ്കിൽ കാമം എന്ന് പറയുന്നത്. അപ്പൊ ആ ആഗ്രഹം ഭഗവാനിലേക്ക് നമ്മൾ ഡയറക്റ്റ് ചെയ്യുമ്പോൾ മൈ ആസക്തി ഭഗവാനിലേക്കുള്ള ആസക്തിയായിട്ട് മാറും. അങ്ങനെ വരുമ്പോൾ എന്താ ചിന്തിക്കുന്നത്? ലാസ്റ്റ് ലൈൻ എന്താ പറഞ്ഞത്? വിവർത്തനം. ലാസ്റ്റ് ലൈൻ. ആസക്തമായ മനസ്സോടുകൂടി യോഗം പരിശീലിക്കുന്നത് കൊണ്ട് സംശയങ്ങൾ നീങ്ങി എന്നെ പൂർണ്ണമായി അറിയാൻ കഴിയുന്നത് എങ്ങനെയെന്ന് ആ, പറയാം. അപ്പോൾ ഭഗവാനിൽ ചിലർക്ക് ചില ക്വസ്റ്റ്യൻസ് ചോദിക്കാവൂ. കൃഷ്ണൻ എന്തിനാ അങ്ങനെ വിളിച്ചത്? കൃഷ്ണൻ എന്തിനാ പുല്ലാങ്കുഴലിൽ വായിച്ചു നടക്കുന്നത്? കൃഷ്ണൻ എന്തിനാണ് വസ്ത്രങ്ങൾ മോഷ്ടിച്ചത്? കൃഷ്ണൻ എന്തിനാണ് 16,208 ഭാര്യമാരെ കല്യാണം കഴിച്ചത്? കൃഷ്ണൻ എന്തിനാണ് പിന്നെ അധർമ്മം ചെയ്യുന്നത്? മൊത്തം മഹാഭാരത യുദ്ധം തന്നെ അധർമ്മം. ഇങ്ങനെ പല ചോദ്യങ്ങൾ നമുക്കിടയിലൊക്കെ ചോദിക്കുന്നത് കാണാൻ പറ്റും, ഇല്ലേ? ആരോടെങ്കിലും ഇതൊക്കെ ചോദിച്ചിട്ടുണ്ടോ? പൊതുജനത്തിന്റെ അടുത്തോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ ഇതൊക്കെ ചോദിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ചോദിക്കാറുണ്ട് പ്രഭു, ആൾക്കാർ ചോദിക്കാറുണ്ട്.
ആ അപ്പം ഇതിന്റെ എല്ലാം മറുപടി കിട്ടണമെന്നുണ്ടെങ്കിൽ ആസക്തമായ ഭഗവാനിലുള്ള ആസക്തമായ മനസ്സോടുകൂടി മുന്നോട്ട് പോകുമ്പോഴാണ് ഇതിനെയാണ് അന്വേഷിക്കുക എന്ന് പറയുന്നത്. ഇങ്ങനെ അന്വേഷിച്ചത് കൊണ്ടാണ് എല്ലാ ശ്രീല പ്രഭുപാദർക്ക് ഉണ്ടായ സ്വാമിമാരെല്ലാം ശിഷ്യന്മാരെല്ലാം ഇങ്ങനെ അന്വേഷിച്ച് തിരക്കി വന്ന് പ്രഭുപാദരെ കണ്ടെത്തുകയും അങ്ങനെ പ്രഭുപാദരെ ഗുരുവായി സ്വീകരിച്ചത് കൊണ്ടുമാണ്. അപ്പോൾ നേരെ ഭാഗവതം ഞാൻ പറഞ്ഞു, പ്രഥമസ്കന്ധം 1-ാമത്തെ അധ്യായം. ഏതാ എടുക്കാൻ പറഞ്ഞത്? 20-ാമത്തെ ശ്ലോകം. ഈ 20-ാമത്തെ ശ്ലോകം ഒന്ന് വായിച്ചാട്ട്. ഞാൻ എടുത്തില്ല, അതുകൊണ്ടാണ്. ഒന്ന് വായിച്ചാട്ട്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഏവം പ്രസന്ന മനസോ ഭഗവത് ഭക്തി യോഗതഃ ഭാഗവത തത്വവിജ്ഞാനം മുക്തസംഗസ്യ ജായതേ. അതിന്റെ ട്രാൻസ്ലേഷൻ വിവർത്തന ശ്രീല പ്രഭുപാദ് ഖീജി. അപ്രകാരം ശുദ്ധ തത്വഗുണത്തിൽ സ്ഥാപിതമാകയാൽ ഭഗവത് ഭക്തിയുടെ സേവന സമ്പർക്കത്തിലൂടെ ഉത്തേജിതനായ മനസ്സോടുകൂടിയ ഒരാൾ സമസ്ത ഭൗതിക സംസർഗത്തിൽ നിന്ന് സ്വതന്ത്രമായി മോക്ഷാവസ്ഥയിൽ പരമദിവ്യോത്തമ പുരുഷനെ സംബന്ധിച്ച ഉത്തമ ശാസ്ത്രീയ ജ്ഞാനം നേടുന്നു. ഹരേ കൃഷ്ണ. വായിച്ച്. അപ്രകാരം ശുദ്ധ സത്വ ഗുണത്തിൽ സ്ഥാപിതമാകയാൽ ഭഗവത് ഭക്തിയുടെ സേവന സമ്പർക്കത്തിലൂടെ ഉത്തേജിതനായ മനസ്സോടുകൂടിയ ഒരാൾ സമസ്ത ഭൗതിക സംസർഗത്തിൽ നിന്ന് സ്വതന്ത്രമായി മോക്ഷാവസ്ഥയിൽ പരമദിവ്യോത്തമ പുരുഷനെ സംബന്ധിച്ച ഉത്തമ ശാസ്ത്രീയ ജ്ഞാനം നേടുന്നു. മോക്ഷാവസ്ഥയിൽ മാത്രമേ, അർത്ഥം എന്താ? മോക്ഷാവസ്ഥയിൽ മാത്രമേ ഭഗവത് പരമദിവ്യോത്തമ പുരുഷനെ സംബന്ധിച്ച ഉത്തമ ശാസ്ത്രീയ ജ്ഞാനം നേടുന്നുള്ളൂ. അപ്പം ഭഗവതിനെ കുറിച്ചുള്ള മുക്ത സംഘസ്യ ജായത, മുക്ത അവസ്ഥയിൽ മാത്രമേ, അതായത് പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരവസ്ഥയിൽ മാത്രമേ ഭഗവാനെ കുറിച്ച് പൂർണ്ണമായും നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കുകയുള്ളൂ എന്നർത്ഥം. ബ്രഹ്മഭൂത അവസ്ഥയില് ഭഗവത് രണ്ടാമത്തെ ചാപ്റ്റർ 50-ാമത്തെ ശ്ലോകം എടുത്താട്ട്. ഭഗവത്ഗീത 2:50. എടുത്തോ. ഹരേ കൃഷ്ണ. വായിച്ചു. ബുദ്ധിയുക്തോ ജഹാദീഹ ഉഭേ സുകൃത ദുഷ്കൃതേ തസ്മാദ് യോഗായ യുജ്യസ്വ യോഗ കർമ്മസ്യ കൗശലം. വിവർത്തനം ഭക്തിഭരിതമായ സേവനത്തിൽ ഏർപ്പെടുന്നവന് ഇഹലോകത്തിൽ തന്നെ നല്ലതും ചീത്തയുമായ കർമ്മങ്ങളിൽ നിന്ന് മുക്തനാകാം. അതിനാൽ യോഗത്തിനായി യത്നിക്കുക. അല്ലയോ അർജുന, കർമ്മകുശലതയാണ് യോഗം. ഹരേ കൃഷ്ണ. ഒന്നുകൂടെ ശ്ലോകവും ട്രാൻസ്ലേഷൻ ഒന്നുകൂടെ വായിച്ചാട്ട്. ഹരേ കൃഷ്ണ. ബുദ്ധിയുക്തോ ജഹാദീഹ ഉഭേ സുകൃത ദുഷ്കൃതേ തസ്മാത് യോഗായ യുജ്യസ്വ യോഗ കർമ്മസു കൗശലം. വിവർത്തനം ശ്രീല പ്രഭുപാദ് ഖീജി. ഭക്തിഭരിതമായ സേവനത്തിൽ ഏർപ്പെടുന്നവന് ഇഹലോകത്തിൽ തന്നെ നല്ലതും ചീത്തയുമായ കർമ്മങ്ങളിൽ നിന്ന് മുക്തനാകാം. ഹരേ കൃഷ്ണ. ഒരു മിനിറ്റ്. അപ്പം ഭഗവാനുമായിട്ട് ബന്ധത്തിൽ ഏർപ്പെടുന്ന ഒരുവന് ഇഹലോകത്തിൽ, ഇപ്പൊ ചിലർ പറയത്തില്ലോ ഇതൊക്കെ അങ്ങ് എന്താ മേപ്പോട്ട് ചെന്നതിന് ശേഷമുള്ള കാര്യങ്ങളല്ലേ, അതന്നേരം നോക്കാം. ഇപ്പം നമ്മുടെ തലയെ വരച്ചതുപോലെ കാര്യങ്ങൾ നടക്കുന്നത്, പിന്നെ ഇതിനെക്കുറിച്ച് ബോധരാവുന്ന എന്തുവാ? അപ്പൊ നമുക്ക് അടിച്ചു പൊളിച്ചങ്ങ് ജീവിക്കാം, അല്ലേ? ശരിയല്ലേ? ഇത്തരം ഭാഷ്യങ്ങളല്ലേ നമ്മൾ കേൾക്കുന്നതാണോ? അല്ലേ? അതെ. അപ്പൊ ഇഹലോകത്തിൽ നമുക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ
അല്ലെങ്കിൽ ജയങ്ങളിൽ നിന്നും പരാജയങ്ങളിൽ നിന്നും മുക്തി കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഭഗവാനുമായിട്ട് ബന്ധം പുലർത്തണമെന്ന അർത്ഥം. അപ്പം ഇഹലോകത്തിലെ തലയിലെഴുത്തും നമുക്ക് മാറ്റാൻ സാധിക്കും. എങ്ങനെ? അത് ടെമ്പററി തലയിലെഴുത്താണ് ആക്ച്വലി. നമ്മളാണ് പെർമനന്റ് ആക്കുന്നത് ആക്ച്വലി. സത്യം പറയുക. നമ്മൾ നേരത്തെ കഴിഞ്ഞ ആഴ്ച പഠിച്ചു, ജീവിതത്തിന്റെ ക്ലേശങ്ങളുടെ 3 അവസ്ഥയാണ്. എന്താണ്? സംചിത കർമ്മം, പാപം, പാപബീജം, അവിദ്യ. ഈ 3 കാര്യങ്ങൾ എഴുതി വച്ചിട്ടുണ്ടായിരുന്നു. പാപം, പാപബീജം, അവിദ്യ. പാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻ ജന്മത്തിലെ കർമ്മത്തിന്റെ ശിഷ്ടങ്ങൾ, അതെങ്കിൽ പ്രതികരണങ്ങൾ. അതാണൊരു മാറാപ്പുമായിട്ട് ആ പ്രതികരണങ്ങളെയും കയറ്റിയാണ് നമ്മൾ ഇങ്ങോട്ട് വരുന്നത്. അതിനെയാണ് തലയിലെഴുത്ത് എന്ന് പറയുന്നത്. ഈ തലയിലെഴുത്ത് ടെമ്പററിയാണ്. അതങ്ങനെ സംഭവിക്കത്തുള്ളൂ. എൻ്റെ യോഗം അങ്ങനെയായിപ്പോയി, ഞാൻ ഇങ്ങനെയാണ് ജനിച്ചിരിക്കുന്നത്, അപ്പൊ ഞാൻ അങ്ങനെ തന്നെ വരും. അല്ല, അവിടെയാണ് ബീജം. അങ്ങനെ അങ്ങ് വിട്ടുകഴിഞ്ഞാൽ ആ കർമ്മങ്ങളിൽ നിന്ന് ബീജം വീണ്ടും വിത്ത് മുളയ്ക്കും. ആ ബീജം അവിടെ കിടക്കുകയാണ്. ബീജം ഉണ്ടാകും, ബീജം വിത്ത് മുളയ്ക്കും. വീണ്ടും അത് നമ്മുടെ ജീവിതത്തിൽ, ജീവിതത്തിൽ ശല്യം ചെയ്യും, അടുത്ത തലമുറയ്ക്കും ശല്യം ചെയ്യും. നമ്മുടെ തലമുറയ്ക്കും ശല്യം ചെയ്യും. അതുകൊണ്ട് എന്താ? തസ്മാത് യോഗായ യുജ്യസ്വ. എന്താ രണ്ടാമത്തെ ലൈൻ എന്താ പറഞ്ഞത്? ട്രാൻസ്ലേഷൻ ഒന്നുകൂടെ പറഞ്ഞിട്ട് രണ്ടാമത്തെ ലൈൻ ട്രാൻസ്ലേഷൻ. യോഗായ വിവർത്തനം. വിവർത്തനം കണ്ടിന്യൂ ചെയ്തോളൂ. കേൾക്കുന്നില്ലേ പറഞ്ഞത്? ഹരേ കൃഷ്ണ. ഭക്തിപരിതമായ സേവനത്തിൽ ഏർപ്പെടുന്നവന് ഇഹലോകത്തിൽ തന്നെ നല്ലതും ചീത്തയുമായ കർമ്മങ്ങളിൽ നിന്നും മുക്തനാകാം. അതിനാൽ യോഗത്തിനായി യത്നിക്കുക. അല്ലയോ അർജുന, കർമ്മകുശലതയാണ് യോഗം. കർമ്മകുശലതയാണ് യോഗം. എന്താ കർമ്മകുശലത? കുശലത ഭഗവാനോട് ചേർന്ന് നിന്ന് സേവനം ചെയ്യുക. അങ്ങനെ സേവനം ചെയ്യുന്നത് വഴി നമ്മുടെ തലയിലെഴുത്ത്, കൈരേഖ, തലയിലെഴുത്തും കൈരേഖ ഒന്ന് തന്നെ, തലയിലെഴുത്ത് അഥവാ കൈരേഖ മാറും എന്നർത്ഥം. അപ്പൊ അങ്ങനെ വരുമ്പോൾ വീണ്ടും ശ്രീമദ് മഹാഭാഗവതം 4:30-20 നിർത്താട്ട്. 4-ാമത്തെ സ്കന്ധം 30-ാമത്തെ അധ്യായം 20-ാമത്തെ ശ്ലോകം നിർത്താട്ട്. 4:30-20. എടുത്തോ? 4:30-20. 4-ാമത്തെ സ്കന്ധം എത്രാമത്തെ? 4-ാം സ്കന്ധം ഭാഗം 2 കേട്ടോ. 4-ാമത്തെ സ്കന്ധം അധ്യായം 30, 20-ാമത്തെ ശ്ലോകം. നവ്യവധൃതേ യജ്ഞോ ബ്രഹ്മൈതത് ബ്രഹ്മവാദിഭിഃ ന മുഹ്യന്തി ന ശോചന്തി ന ഹൃഷ്യന്തി യതോ ഗതാഃ. എടുത്തോ? എത്രാമത്തെ ശ്ലോകം? 30-ലെ എത്രാമത്തെ ശ്ലോകമാണ്? 20-ാമത്തെ ശ്ലോകം. നവ്യവധൃതേ യജ്ഞയോ ബ്രഹ്മൈതത് ബ്രഹ്മവാദിഭിഃ ന മുഹ്യന്തി ന ശോചന്തി ന ഹൃഷ്യന്തി യതോ ഗതാഃ. വളരെ മനോഹരമായ ശ്ലോകം. കിട്ടിയോ?
കിട്ടിയോ? എടുക്കണം ഇല്ലേ? എല്ലാം പ്രഭു കിട്ടി എല്ലാം എല്ലാം അലമാരിക്കകത്ത് ഇരിക്കുക. പ്രഭു 4:2 29 അധ്യായമേ ഉള്ളത്. 4:2 അല്ല, 4-ാമത്തെ സ്കന്ധത്തില് 2-ാം ഭാഗത്തില് 4-ാം സ്കന്ധത്തിൽ 2-ാം ഭാഗത്തില് 30-31 അധ്യായം വരെ ഉണ്ട്. 31 അധ്യായമുണ്ട്. ആ ചേട്ടാ രാവിലെ ഈ കൊച്ചു ആ വായിച്ചേട്ടാ. യജ്ഞോ ബ്രഹ്മേതദ്ബ്രഹ്മവാദിഭിः ന മുഹ്യന്തി ന ശോചന്തി ന ഹൃഷ്യന്തി യതോ ഗതാഃ. വെരി ഗുഡ്. അതിന്റെ വിവർത്തനം ഒന്ന് വായിച്ചേട്ടാ. വിവർത്തനം ശ്രീല പ്രഭുപാദ് കി ജയ്. സർവഥാ ഭക്തിയുത സേവന പ്രവർത്തനങ്ങളിൽ മുഴുകുന്നത് മൂലം ഭക്തർക്ക് സദാ നവോന്മേഷം അനുഭവപ്പെടുകയും അവരുടെ സർവകർമ്മങ്ങളിലും പുതുമ ഉണ്ടാവുകയും ചെയ്യും. ഭക്തന്റെ ഹൃദയത്തിലുള്ള പരമജ്ഞാനി പരമാത്മാവ് എല്ലാത്തിനെയും എന്നും വർദ്ധിക്കുന്ന പുതുമയുള്ളതാക്കി തീർക്കും. നിരപേക്ഷ സത്യത്തിന്റെ വക്താക്കൾ ഇതിനെ ബ്രഹ്മപദം എന്ന് പറയുന്നു. അത്തരം മുക്താവസ്ഥയിൽ ബ്രഹ്മഭൂതം ഒരുവന് മതിഭ്രമമുണ്ടാകില്ല. അവൻ ദുഃഖിക്കുകയോ അനാവശ്യമായി വിജയോന്മാദം കൊള്ളുകയോ ചെയ്യില്ല. ബ്രഹ്മഭൂത തലത്തിലാകുന്നത് കൊണ്ടാണ് ഇത് സാധിക്കുന്നത്. ബ്രഹ്മേതി പരമാത്മേതി ഭഗവാൻ ഇത് ശബ്ദതി. നമ്മൾ ആ ഒരു തലത്തിലേക്ക് പോകുമ്പോൾ 3-ാമത്തെ തലമാണ് ഭഗവാൻ. ആ ഭഗവാൻ എന്ന ശബ്ദത്തിൽ, ഭഗവാൻ എന്ന രൂപത്തിൽ എത്തും. ശബ്ദത്തിൽ വരെ ബ്രഹ്മം ശബ്ദത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. പരമാത്മാവ് ശബ്ദത്തിലാണ് നമ്മൾ ചെന്ന് നിൽക്കുന്നത്. ഭഗവാൻ, ഈ ശബ്ദമെല്ലാം ഭഗവാൻ, പ്രത്യക്ഷമായിട്ടുള്ള ആ ഭഗവാനെ നമ്മൾ കാണും. അങ്ങനെ നമ്മൾ ഓരോ പ്രാവശ്യവും സത്യത്തിൽ നമ്മൾ എന്തുകൊണ്ട് ഇങ്ങനെ ഭക്തിവ സേവനം ചെയ്യുന്നു, സത്സംഗങ്ങൾ കൂടുന്നു, വീണ്ടും വീണ്ടും ജീവിതത്തിലെ പ്രയാസങ്ങളിൽ നിന്ന് കുറച്ച് ആ പ്രയാസങ്ങളെ മറക്കുമ്പോഴാണ് നമുക്ക് വീണ്ടും ഒരു നവോന്മേഷം ഉണ്ടാകുന്നത്. ജീവിക്കാൻ വീണ്ടും നമുക്കൊരു ആഗ്രഹം ഉണ്ടാകുന്നു. ഇനിയും എനിക്ക് ജീവിക്കണമെന്നുള്ളത്. ഇനി എനിക്ക് ജീവിക്കണ്ട എന്ന നിരാശ എവിടാ വരുന്നേ? എവിടെ വരും? എല്ലാം കൈവിട്ടു പോകുന്നത്. നമുക്ക് പ്രയാസങ്ങളും നിരാശകളും ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് ഇനി എന്തിന് ഞാൻ ജീവിക്കണം എന്ന് ഉദ്ദേശിക്കും. അപ്പൊ എന്നും നമ്മുടെ മനസ്സ് നവോന്മേഷമായിട്ട് ഊർജിതമായിട്ട് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഭഗവാന്റെ ഭക്തിയുത സേവനത്തിൽ മുഴുകണം. ഇതിന് വളരെ മനോഹരമായ ഒരു കഥ ഒരു ദിവസം ജയസാക്ഷിദാസ് പ്രഭുവും ഞാനും കൂടി ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പറഞ്ഞു. ഒരു ക്യാൻസർ പേഷ്യൻറ്റിനെ കുറിച്ചിട്ടാണ്. പ്രഭു, ഞാനത് സംസാരിച്ചു. പ്രഭു, ഇതൊരു രോഗം, ഒരു അതിശയകരമായ രോഗമാണ്, ഒരു മാരകമായ രോഗവുമാണ്. എന്തുകൊണ്ട് അതിശയകരമായ രോഗമെന്ന് പറയുന്നത്? ഈ രോഗത്തെ നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കത്തില്ല. അതേസമയം ഈ രോഗത്തെ നമ്മൾ മറന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാലം ജീവിക്കാൻ സാധിക്കും. അതല്ല, എനിക്ക് ഇങ്ങനെ രോഗമുണ്ട് എന്ന ബോധത്തോടു കൂടി, വിഷമത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ രോഗിയുടെ ആയുസ് വളരെ കുറവുമായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഉണ്ട്. ഇതാണ് നമ്മുടെ അവസ്ഥ. ഈ ഭൗതിക ജീവിതത്തിൽ നമുക്ക് തീർച്ചയായിട്ടും എല്ലാ ക്ലേശങ്ങൾ ഉണ്ടായാലേ മതിയാകൂ. ഏതൊരുവനും ഉണ്ട് വിഷമം. ആ വിഷമത്തെ തരണം ചെയ്ത്, ഇത് ഭൗതിക ലോകത്തിന്റെ ഒരു റിഫ്ലക്ഷനാണ്. ഊർധമൂലമതശാകം അശ്വത്ഥം പ്രാഗുരവ്യയം. ഏതാ ശ്ലോകം വരുന്നത്? ഭഗവത്ഗീത. ഊർധമൂലമതശാകം. പുരുഷോത്തമ യോഗം. 15 എന്താ പറയുന്നത്? ഊർധമൂലമതശാകം അശ്വത്ഥം പ്രാഗുരവ്യം ചന്ദാംസി പർണാനി വേദസ വേദവിത്. ട്രാൻസ്ലേഷൻ ഇതൊക്കെ ഓർമ്മിക്കണം. ട്രാൻസ്ലേഷൻ എന്നാലേ നമുക്ക് ജീവിതത്തിലെ പ്രദേശങ്ങളെ തരണം ചെയ്യാൻ സാധിക്കത്തുള്ളൂ. വായിച്ച ട്രാൻസ്ലേഷൻ.
ഉം, ഉം. 15-ാമത്തെ അധ്യായത്തിൽ ആദ്യത്തെ ശ്ലോകം തോന്നുന്നു. അത്ര ആദ്യത്തെ ശ്ലോകം ശ്ലോകം തന്നെ കറക്റ്റ്. വായിക്കട്ടെ. 15-ൽ 1 അങ്ങനെ 15-1 കറക്റ്റ്. 15-1. ഹരേ കൃഷ്ണ. ആ. ശ്രീ ഭഗവാനുവാച ഉം. ഊർധമൂലമധ ശാഖാം ശക്തം പ്രാഹുരവ്യയം ഛന്ദാംസി യസ്യ പർണാനി യസ്തം വേദ സ വേദവിത്ത്. ഉം. വിവർത്തനം ശ്രീല പ്രഭുപാദ്. ഹരേ കൃഷ്ണ. പരമ ദിവ്യോത്തമ പുരുഷൻ പറഞ്ഞു, വേരുകൾ മേൽപോട്ടും ശാഖകൾ കീഴ്പോട്ടുമായിട്ട് അക്ഷയമായൊരു അശ്വത്ഥമുണ്ട്. ഉം. അതിന്റെ ഇലകളാണ് വേദമന്ത്രങ്ങൾ. ഉം. ഈ വൃക്ഷം എന്തെന്ന് അറിയുന്നതത്രേ വേദജ്ഞൻ. അപ്പം നമ്മള് അത് അറിയുന്നില്ല. നമ്മൾ എന്താ അറിയുന്നത്? നമ്മൾ റിഫ്ലക്ഷനിലാണ്. നമ്മൾ തലകീഴായി നിൽക്കുകയാണ്. നമ്മൾ ഈ മരത്തിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് അതിൻ്റെ ഫലങ്ങൾ തേടിയിട്ട്. എന്നാൽ ഈ ഫലങ്ങൾ നമുക്ക് നാളെയും കിട്ടണം, അതിനുള്ള വഴി എന്താണ് എന്ന് നമ്മൾ തേടി മുന്നോട്ട് പോകുമ്പോഴാണ് ഇതിൻ്റെ വേരുകളിൽ നമ്മൾ എത്തുന്നത്. അത് ആത്മീയമായ ആകാശത്തിലെത്തുന്ന അർത്ഥം, ആത്മീയതയിൽ എന്നർത്ഥം. അത് ചെയ്യാത്തിടത്തോളം കാലം ഭൗതികമായതിനെ നമ്മൾ കാക്ഷിക്കുന്നു. ഒരുവൻ വിചാരിക്കും എനിക്ക് ഏറ്റവും ഇഷ്ടം പോലെ പണം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ജീവിക്കാമെന്നുള്ളത്. അപ്പം എനിക്ക് ഭഗവാൻ അടുത്ത് പറയും എനിക്ക് പണം വേണം, പണം വേണം, പണം വേണം. ഭഗവാൻ പണം കൊടുക്കും. പണമാണ് ചോദിച്ചത്, പണം കൊടുത്തു. അല്ലെങ്കിൽ അതിനുള്ള വഴികൾ കൊടുക്കുന്നു, അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. പക്ഷെ അവിടെ നമ്മൾ കറങ്ങി തിരിഞ്ഞു പോകും. അപ്പം ആ പണത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഏതെല്ലാം രീതിയിൽ എത്രത്തോളം നമ്മൾ കഷ്ടപ്പെടണമെന്നറിയാം. ഒരു കാലത്ത് ഭക്തിയുത സേവനത്തിൻ്റെ ആദ്യ നാളുകളിലാണ് ഞാൻ അവിടെ ആയിരിക്കും. ആദ്യ നാളുകളല്ല, അതിനും തൊട്ട് മുമ്പാണ്. അതിനുശേഷം ഇതെല്ലാം ഏകദേശം ഒരു സാൻഡ്വിച്ച് രൂപത്തിൻ്റെ ഒരു ഓവർലാപ്പിംഗ് ഉണ്ട്. പൈസ പോരാ, പൈസ തികയുന്നില്ല. അപ്പം ചെയ്യുന്ന ജോലിയിലുള്ള ശമ്പളം തികയുന്നില്ല. നമുക്ക് കുറച്ചുകൂടി പണം കണ്ടെത്തേണ്ടിയിരിക്കുന്നു, അതിനുള്ള വഴികളൊന്ന് കാണണം എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ, ഏതോ ഒരു സാഹചര്യത്തിൽ എനിക്ക് ഇവിടെ 4-5 മാസം ലീവ് എടുത്ത് നിൽക്കേണ്ടി വന്നു. അപ്പോൾ നമ്മൾ ഇങ്ങനെ പത്രത്തിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു അഡ്വർടൈസ്മെന്റ് വന്നു. നിങ്ങളുടെ ജോലിയും നിങ്ങളുടെ സമയവും എല്ലാം നിങ്ങൾ തന്നെ തീരുമാനിക്കുക, നിങ്ങളുടെ വീട് നിങ്ങൾക്ക് ഓഫീസാക്കി മാറ്റുക, ഈ നമ്പറിൽ ബന്ധപ്പെടുക. ബന്ധപ്പെട്ടപ്പോൾ പ്രമുഖമായ ഒരു നാഷണലൈസ്ഡ് ബാങ്കിൻ്റെ ഒരു ഇൻഷുറൻസ് വിങ്ങിൻ്റെ അഡ്വർടൈസ്മെന്റ് ആയിരുന്നു. ചെന്ന് കൊല്ലത്ത് തേവള്ളി ഗവൺമെന്റ് റിസോർട്ടിലെ തേവള്ളി, എന്താ അതിന്റെ പേര്, ജല അവിടെ തേവള്ളിയിലെ ഗവൺമെന്റ് റിസോർട്ട് ഉണ്ടല്ലോ, ഗവൺമെന്റ് ഹോട്ടൽ ഉണ്ടല്ലോ, എന്തോ ജലദർശിനി ഓഡിറ്റോറിയം. കേൾക്കുന്നുണ്ടോ ഇതെല്ലാം പറയുന്നത്? ഉണ്ട് പ്രഭു. ജലദർശിനി ഓഡിറ്റോറിയത്തിൽ ആണ് ഈ കാര്യങ്ങളൊക്കെ പോകുന്നു, സംസാരിക്കുന്നു, തിരഞ്ഞെടുക്കുന്നു. അപ്പോൾ കുറേ റിട്ടയർമെന്റ് ആൾക്കാരുണ്ട്, വക്കീലന്മാരൊക്കെ ഉണ്ട് അതിനകത്ത്, വക്കീലന്മാരുണ്ട്. അങ്ങനെ ഞാനൊരു ഇൻഷുറൻസിൻ്റെ ഒരു അഡ്വൈസറാണ്. 3 മാസത്തെ ക്ലാസ് എല്ലാം പോകുന്നു. അതിനുശേഷം അതിനൊരു സർട്ടിഫിക്കറ്റൊക്കെ കിട്ടുന്നു. ഞാൻ നേരെ തിരിച്ച് വീണ്ടും, അപ്പോഴത്തേക്ക് 4-5 മാസമായി, തിരിച്ച് വീണ്ടും ജോലി സ്ഥലത്തേക്ക് പോകുന്നു. വൈകുന്നേരങ്ങളിൽ ടക് ടക് ടക്
ഓരോ ഡോറുകളിൽ പോയി മുട്ടുകയാണ്. ഞാൻ ഈ ഇൻഷുറൻസ് പ്രൊഡക്റ്റ് വിൽക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് കിട്ടിയ വലിയൊരു പാഠം എന്ന് പറഞ്ഞാൽ ഈ 3 മാസം 90 ദിവസത്തെ ട്രെയിനിങ്ങിൽ IRDA കോഴ്സ് ആണ്. IRDA കോഴ്സ് എന്ന് പറയും. അതിനകത്ത് പിന്നെ എഴുതി സർട്ടിഫിക്കറ്റൊക്കെ കിട്ടണം. അത് എറണാകുളത്ത് വെച്ചിട്ടായിരുന്നു. അപ്പം അതിലെ പ്രധാനപ്പെട്ട ഒരു മെസ്സേജ് തന്നത് റിട്ടയർഡ് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ റിട്ടയർഡ് അധ്യാപകരായിരുന്നു ക്ലാസ് എടുത്തത്. നല്ല കൃത്യമായ ക്ലാസ്, നല്ല ക്ലാസ്സുകൾ, ഇതൊക്കെ ആവശ്യമായ ക്ലാസ്. അപ്പം അതിലെ ഒരു സന്ദേശം, മെസ്സേജ് എന്ന് പറയുന്നത് ഓർമ്മിച്ച് വെച്ചോളാൻ പറഞ്ഞു. ഇവിടെ ആരെങ്കിലും ഇൻഷുറൻസ് അഡ്വൈസേഴ്സോ ഏജൻസൊക്കെ ഉണ്ടോ? ക്ഷമിക്കണം, ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഓപ്പണായിട്ട് സംസാരിക്കുന്ന ഈ ക്ലാസ്സിലെ ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. ഇനി അത് കള്ളമാണെങ്കിൽ അതുകൂടി പറയണം. എന്തോ കള്ളമാണെങ്കിൽ അതുകൂടി പറയണം. പറഞ്ഞു വന്നത് മറ്റുള്ളവരുടെ പോക്കറ്റിലിരിക്കുന്ന പൈസ നമ്മുടെ പോക്കറ്റിൽ എത്തുക, ഇതാണ് ലക്ഷ്യം. ഇത്രയേ ഉള്ളൂ. ഒരുപാട് ഞാനിത് നല്ലതല്ലെന്നല്ല പറഞ്ഞത്, അങ്ങ് കറക്റ്റാണ് പ്രഭു പറഞ്ഞത്. ഹാർഡ് വർക്ക് ചെയ്യുക. എല്ലാ ദിവസവും വൈകുന്നേരം ഇറങ്ങി പല വീടുകളിൽ 50 വീട് 60 വീട് നോക്കി നോക്കി പോയിട്ട് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞതിന് പറ്റിയത് അതിൽ 1 or 2 പേര് ചിലപ്പം ചേർന്നാലായും ചിലർ പറ്റിക്കും. അവിടെ വാ, ഈ സമയത്ത് ഇവിടെ വാ, ആ സമയത്ത് അങ്ങനെ വാ. അവിടെ ചെന്നിട്ട് ആളെ കാണത്തില്ല. നമ്മൾ ക്ഷീണിക്കും. എത്രയോ മണിക്കൂറുകൾ കസ്റ്റമറിനെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇദ്ദേഹം വരത്തില്ല. എന്നിട്ട് വിളിച്ചു പറയുമ്പോൾ ക്ഷമിക്കും. പിന്നെ ഫോണും എടുക്കത്തില്ല. നമ്മളെ പറ്റിച്ചു കളയും. നിനക്ക് അനുഭവങ്ങൾ ആരെങ്കിലും ഇൻഷുറൻസ് പ്രവർത്തിക്കുന്നവരുണ്ടെങ്കിൽ പറയാം. അപ്പം അങ്ങനെ ചുരുക്കം പറയാൻ അതങ്ങനെ 2-3 വർഷം കൊണ്ടു നടന്നു. പിന്നീട് അതിനകത്തൊരു വിരക്തി വന്നു, വലിയ ഗുണമൊന്നും കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഏതോ രീതിയിൽ ഏതോ ഒരു അവസ്ഥയിൽ ഇങ്ങനെ വൈകിട്ട് ഇറങ്ങി നടക്കുന്ന ആ ഒരു സമയം നേരെ ഭഗവത്ഗീത പഠിക്കാൻ പോകുന്നു, കേൾക്കാൻ പോകുന്നു. അങ്ങനെ എങ്ങനെയോ ആ 2 മണിക്കൂർ ഭക്തിയുത സേവനത്തിലേക്ക് മാറും. ഇന്നലെ വരെ അനുഭവിച്ച ക്ലേശങ്ങളെക്കാൾ വലിയൊരു സന്തോഷം ഇതിലൂടെ അനുഭവപ്പെടുന്നു. അങ്ങനെ മുഴുവൻ ഭക്തിയുത സേവനത്തിലേക്ക് നമ്മുടെ മനസ്സ് വഴിമാറി. തൽക്കാലം അങ്ങനെ മനസ്സിനെ സമാധാനപ്പെടുത്തി. ഇപ്പൊ നിനക്ക് കുറച്ച് പൈസയേ ഉള്ളൂ എങ്കിലും ഇപ്പൊ നിനക്കൊരു ജോലി ഉണ്ടല്ലോ, കാര്യങ്ങളൊക്കെ നേരെ നടക്കുന്നുണ്ടല്ലോ, പിന്നെന്തിനാണ് അധികം ജോലി ചെയ്യുന്നത്? നിനക്ക് ജോലിയുമൊന്നും ഇല്ലെങ്കിൽ ശരിയാണ്, നിനക്ക് ഇങ്ങനെ നടക്കാം, നിനക്ക് മറ്റു മാർഗങ്ങളൊന്നുമില്ല, ഉപജീവന മാർഗങ്ങൾ മറ്റൊന്നുമില്ല. അപ്പോൾ നീ എടുത്ത പാത ശരിയാണ്. പക്ഷെ നിനക്ക് ആൽറെഡി ഒരു ഉപജീവന മാർഗം ഞാൻ തന്നിട്ടുണ്ട്. അതിനു പുറമേയും വീണ്ടും നീ കഷ്ടപ്പെടുകയാണ്. അങ്ങനെ ഭൗതികമായ ആ കഴുതയെ പോലുള്ള ഒരു തലത്തിൽ മനസ്സിലെത്തി. അപ്പോൾ വിചാരിച്ചു, വേണ്ട, കാര്യങ്ങളൊക്കെ നേരെ മുന്നോട്ട് പോകുന്നുണ്ടല്ലോ, ബാക്കിയുള്ള സമയം ഭക്തിയുത സേവനത്തിലൂടെ മുന്നോട്ട് പോകാം എന്ന് ചിന്തിച്ചു. അങ്ങനെ എത്തിയതുകൊണ്ട് മനസ്സിനൊരു സുഖം കിട്ടി. ഭഗവാന്റെ ഈ ശാസ്ത്രം പഠിക്കാൻ സാധിച്ചു. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? അപ്പോൾ നമ്മൾ ജോലി ചെയ്യുന്നത് തന്നെ, നമ്മുടെ പ്രവർത്തികൾ തീർച്ചയായിട്ടും നമ്മുടെ കുടുംബം പോറ്റാൻ വേണ്ടിയിട്ടാണത്. നമുക്ക് അത്യാവശ്യമായി കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ പിന്നെ അധികമായ ക്ലേശം നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന രീതിയിൽ, അതായത് ഈ ശരീരത്തെ വീണ്ടും ക്ലേശിപ്പിക്കാതിരിക്കുക, കുറച്ച് വിശ്രമിക്കുക. ഭക്തിയുത സേവനത്തോടെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഭഗവാനുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാകുകയും അതുവഴി ഞാൻ നേരത്തെ പറഞ്ഞു, അറവ് വെട്ടുകാരന് പിന്നീട് അക്കൗണ്ടന്റ് ക്ലർക്കായിട്ട് മാറിയത്. ഇതിനകത്ത് ഒരു പ്രഭു അതിന്റെ എവിഡൻസും പറഞ്ഞു. ഞാൻ ആ സമയത്ത് അബുദാബിയിൽ ഉണ്ടായിരുന്നു എന്നും പറഞ്ഞു.
ഞാൻ ജോലി ചെയ്തിരുന്നെന്ന് പറഞ്ഞു. ഇതെല്ലാം പ്രത്യക്ഷ ഉദാഹരണങ്ങളാണ്. വാഞ്ചാകൽപതരോഭ്യച്ച കൃപാ സിന്ധൂഭ്യേവച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. കൃഷ്ണ ഭഗവാനെ, അങ്ങയുടെ ചിന്തകളുമായിട്ട്, അങ്ങയുടെ നാമങ്ങളുമായിട്ട് എനിക്ക് മുന്നോട്ട് പോകുവാനും അങ്ങയെ എനിക്ക് പരിപൂർണമായി ഭക്തിയുത സേവനം ചെയ്യുവാനും, ആ ഭക്തിയുത സേവനത്തിന് വേണ്ടിയിട്ടുള്ള, തീർച്ചയായിട്ടും ഈ ഭൗതിക ലോകത്തിലാണ് ജീവിക്കുന്നത്, തീർച്ചയായിട്ടും സാമ്പത്തികം ഒരു ഘടകമാണ് ഭഗവാനെ, അതും പ്രാപ്യമാക്കി തീർക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരേ ഒരു അപേക്ഷ എന്ന് ഭഗവാനോട് അഭ്യർത്ഥിക്കുക. തീർച്ചയായിട്ടും ഭക്തിയുത സേവനം ചെയ്യത്തക്ക രീതിയിലുള്ള എല്ലാ കർമ്മങ്ങളും ഭഗവാൻ, എല്ലാ അന്തരീക്ഷങ്ങളും ഭഗവാൻ റെഡിയാക്കി തരും. വാഞ്ചാകൽപതരോഭ്യച്ച കൃപാ സിന്ധൂഭ്യേവച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. എന്തെങ്കിലും കാര്യത്തിനകത്ത് ഒബ്ജക്ഷൻ, യുവർ ഓണർ? ഹരേ കൃഷ്ണ പ്രഭു. ഞാൻ ഇന്ന് പ്രഭു വരണേന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോഴേക്ക് പ്രഭു വന്ന് പ്രഭുവിന് 100 ആയുസ്. എന്താന്ന് ചോദിച്ചാ, ഇന്നലെ എന്താ എന്റെ മോള് മോളല്ല പേരക്കുട്ടി വിളിച്ചായിരുന്നു. അപ്പൊ അവള് അവിടെ ഒരു സത്സംഗം ഉണ്ടായിരുന്നു ദുബായില്. സത്സംഗമല്ലേ പ്രഭു, എന്താ പറയുക, സപ്താഹം. സപ്താഹം, അതെ. അപ്പൊ ഞാൻ അവളെ വിളിച്ചപ്പോ എടുക്കുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഉണ്ണി എന്താ എടുത്തില്ല ചോദിച്ചപ്പോ, അമ്മ ഞാൻ സപ്താഹത്തിന് പോയിരുന്നു, അപ്പൊ ഇന്നവിടെ എന്ന് പറഞ്ഞിട്ട് പിന്നെ അവള് എനിക്ക് അതിന്റെ എന്താ പറയാ അത് അയച്ചു തന്നിരുന്നു. അത് ജഗന്നാഥ സ്വാമിയാ, എന്തോ ഒരു സ്വാമി. അപ്പൊ അതിന്റെ അവളതിൽ ഒരു പാട്ട് പാടാൻ, അല്ല ഭഗവാന്റെ ഇത് പാടാൻ വേണ്ടിട്ട് അവള് അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പ്രഭുവിന് അത് ഓർത്തപ്പോ, അയ്യോ പ്രഭു വന്നിട്ടുണ്ടാവും അവിടെ എന്നൊക്കെ ഞാൻ അങ്ങനെ മനസ്സുകൊണ്ട് ഓർത്തായിരുന്നു പ്രഭു. എന്താണ് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം നായർ സർവീസ് സൊസൈറ്റി, പിന്നെ എന്താ പറയാ ബ്രഹ്മശ്രീ ജഗന്നാഥ ശർമ്മ പുലിമുഖം. NSSന്റെ ആ സപ്താഹത്തിന് ഞാൻ അവിടെ കീർത്തനം ചെയ്യാന്ന് 2-3 മാസം മുമ്പ് ഞാൻ പറഞ്ഞതാ. കീർത്തനം എന്ന് പറഞ്ഞാൽ ഭജൻസ് നമ്മൾ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷെ നിർഭാഗ്യവശാൽ ഞാൻ ഇവിടെ വിളിച്ചോട്ട് വന്നു. ഇപ്പൊ നാട്ടിലാണോ പ്രഭു? അതെ. അച്ഛാ, ഹരേ കൃഷ്ണ. ഞാനപ്പൊ പ്രഭു അവിടെ ഉണ്ടാവും എന്ന് വിചാരിച്ചു. അപ്പൊ അതുകൊണ്ട് പ്രഭുവിന് രാവിലെ ഓർത്തത്. ഹരേ കൃഷ്ണ പ്രഭു. ഓക്കെ പ്രഭു, സന്തോഷം. ഹരേ കൃഷ്ണ. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും വീണ്ടും ഈ പറയുന്നതിന്റെ കുറ്റം, ഒബ്ജക്ഷൻ, യുവർ ഓണർ, നമ്മൾ ഇതുവരെ സംസാരിച്ച കാര്യങ്ങളിലെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടോ പറയാൻ? ഹരേ കൃഷ്ണ. പ്രഭു, നമ്മൾ പണത്തിന്റെ പിറകെ പോയാൽ നമുക്ക് എപ്പോഴും പ്രാരാബ്ധമാണ്. പണം കൂടുന്തോറും പ്രാരാബ്ധം കൂടിക്കൊണ്ടിരിക്കും. ഇതെങ്ങനെ ചെലവാക്കണം എന്നൊക്കെയുള്ള ഒരു ചിന്താഗതി. ഭഗവാനെ വിളിച്ചാൽ അത് നമുക്കൊരു അസറ്റാണ്, കൊണ്ടുപോകാനുള്ള ഒരു ഡിപ്പോസിറ്റ് ആണത്. ഡിപ്പോസിറ്റ് നമുക്ക് പ്രാരാബ്ധമാണ് എന്ന് മനസ്സിലാക്കുന്നു. ആ ഭാവമാണ് പിന്നെ ഈ പറയുന്ന അടുത്ത ജന്മത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അതെ. ഹരേ കൃഷ്ണ. പാപം, ബീജം, അവിദ്യ. പാപം, ബീജം, അവിദ്യ, ഈ 3 കാര്യങ്ങളാണ് ജീവിതത്തിലെ പ്രയാസമായ 3 ഘടകങ്ങൾ. പാപം, ബീജം, അവിദ്യ. ഓക്കെ, അവിദ്യ. പിന്നെ പ്രഭു, ആദ്യം ഭാഗവതം സൂര്യഭഗവാന് പറഞ്ഞു കൊടുത്തത് ആരാണ് പറഞ്ഞ? സൂര്യദേവന് ഭഗവാൻ പറഞ്ഞു കൊടുത്തു. അത് 4-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്. ആ സൂര്യദേവനാണ് ഗോകർണനോട് പറയുന്നത്, നിന്റെ സഹോദരന്റെ ദുരാത്മാവിന് മോക്ഷം കിട്ടാൻ വേണ്ടിയിട്ട് ഭാഗവത കഥ ശ്രമിക്കൂ. അതെങ്ങനെ ശ്രമിക്കണം? വെറുതെ അല്ല, 7 ദിവസം സപ്താഹം അങ്ങ് ചെയ്യാൻ പറഞ്ഞു. 7 ദിവസം ആചാര്യന്മാരെ, ഗുരുക്കന്മാരെ വിളിച്ചിട്ട്, ഇന്ന് കാണുന്ന സപ്താഹമല്ല, ഈ പറയുന്ന ആ സംഘടന അവിടെ നടത്തുന്ന സപ്താഹമല്ല. അതെന്താ പറയുന്നത്? എല്ലാം ഭക്തിയാണ് എങ്കിലും 7 ദിവസം നമുക്ക് ഭക്തിയോടെ ഇരിക്കാമെങ്കിലും പൂർണ്ണമായിട്ട് അവിടെ സംസാരിക്കാൻ പറ്റില്ല. എങ്ങനെ ഈ 1 മണിക്കൂർ 2 മണിക്കൂർ കൊണ്ട് ഭാഗവതത്തെ പറ്റി നമുക്ക് പൂർണ്ണമായി പറയാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് 7 ദിവസം 7 into 24 hours, 7 ദിവസം രാത്രിയും പകലും ഒരുപോലെ ഇരുന്ന് ഭഗവാനെ കുറിച്ച് കേൾക്കുകയാണ്. അവിടുന്ന് എഴുന്നേൽക്കുന്നില്ല. അങ്ങനെ ആ ദുരാത്മാവിന് മോക്ഷം കിട്ടും. അതുപോലെ ഈ ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ നമ്മൾ ഇഹജീവിതത്തിലെ ക്ലേശങ്ങളിൽ നിന്ന് നമുക്ക് മോക്ഷം കിട്ടും.
നമുക്ക് അടുത്ത ആഴ്ച ഇതിന്റെ ഭാവാർത്ഥമൊക്കെ ഒന്ന് വായിക്കാം. ഓർമ്മിപ്പിക്കണേ, ഭാവാർത്ഥം നമുക്ക് വായിക്കാനുണ്ട്, വായിച്ചേ തീരും. ഓക്കെ ഓക്കെ പ്രഭു. പിന്നെ ദുന്ദുകാരി ഗോകർണന്റെ പെങ്ങള് ദുന്ദുകാരി. ദുന്ദുബി ഇല്ല, ഗോകർണന്റെ സഹോദരനാണ് ദുന്ദുകാരി. ആ അതെ സഹോദരൻ. സഹോദരൻ സഹോദരി അല്ലേ? അല്ല, ഓക്കെ ഓക്കെ സഹോദരൻ.